ശ്രീ മനുപ്രസാദ്, അന്വേഷണം നടക്കുന്നു, അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നു, കുറ്റക്കാർ വെളിച്ചത്ത് വരട്ടെ, എന്തിന് ഇങ്ങനെ രാഷ്ട്രീയവൽക്കരിക്കുന്നു? ശ്രീ റജിയുടെ വിമർശനമാണ്. അല്ല, ഹിന്ദു വിശ്വാസങ്ങളെയും ഹിന്ദു ക്ഷേത്രങ്ങളെയും പൂർണ്ണമായും രാഷ്ട്രീയ പാർട്ടികളുടെ കൈകളിലാക്കാൻ നിങ്ങൾ നിയമസഭയിൽ പാസാക്കിയ നിയമത്തിൻ്റെ അനുസരിച്ചാണ് അവിടെ പ്രവർത്തിക്കുന്നത്. എന്താണ് എത്രമാത്രം അങ്ങ് ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധിയോട് പറഞ്ഞത് ദേവസ്വം ബോർഡ് പൂർണ്ണമായും സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നതെന്നാണ്. സാങ്കേതികമായി അങ്ങനെയൊക്കെ പറഞ്ഞാലും നമുക്കെല്ലാവർക്കും അറിയാവുന്ന, ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഒരു പാർട്ടി മാറി വരുന്നവർക്ക് നിങ്ങൾ അക്കോമഡേഷൻ കൊടുക്കാമെന്ന് പറയുമ്പോൾ നിങ്ങൾ വില പറഞ്ഞ് ഉറപ്പിക്കുന്ന പോസ്റ്റുകളിൽ ഒന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനം. അത് മലബാറിൽ നമ്മൾ കണ്ടു, തിരുവിതാംകൂറിൽ നമ്മളത് കണ്ടു. രണ്ട്, ദേവസ്വം ബോർഡിലെ എല്ലാ നിയമങ്ങളും നിയമസഭയ്ക്കകത്ത് നിങ്ങൾ ഉൾപ്പെടുന്ന രാഷ്ട്രീയക്കാർ, ഞാൻ പറയുന്നത് നിയമസഭയ്ക്കകത്ത് സാമാജികർ ഒരുമിച്ചിരുന്നിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതാണ്. ആ നിയമത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം അവിടെ നടക്കുന്നത്. അങ്ങനെ ഏതെങ്കിലും ഒരു ക്ഷേത്രം ഏതെങ്കിലും ഒരു വിഭാഗത്തിനുണ്ടെങ്കിൽ അത് ഹിന്ദുവിൻ്റേത് മാത്രമാണുള്ളത്. മറ്റ് ക്ഷേത്ര പള്ളികളിലോ മറ്റു മോസ്കുകളിലോ ഒന്നും അങ്ങനെ പാർട്ടിക്കാർക്കോ രാഷ്ട്രീയക്കാർക്കോ ഇടപെടലില്ല. അങ്ങനെ അവിടെ നിങ്ങൾ പറഞ്ഞാൽ ഓക്കെ, എന്തിനാണ് അതിനെ രാഷ്ട്രീയമാക്കുന്നത് ഇങ്ങനെ? പക്ഷേ ഇത് രാഷ്ട്രീയത്തിൻ്റെ പേരിൽ നിങ്ങൾ ദേവസ്വം ഹിന്ദു ക്ഷേത്രങ്ങളെ രാഷ്ട്രീയവൽക്കരിച്ച് അതിൽ ഉൾപ്പെടുത്തി നിങ്ങൾ ദേവസ്വം ബോർഡ് ഉണ്ടാക്കി സ്വത്ത് സംരക്ഷിക്കുമെന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ രാഷ്ട്രീയം ചർച്ച ചെയ്യും. അങ്ങ് സൂചിപ്പിച്ചതുപോലെ ഏതെങ്കിലും രാഷ്ട്രീയക്കാരെയൊക്കെ പിടിക്കുന്നെങ്കിൽ പിടിച്ചോടൂ, പക്ഷേ പറയാതിരിക്കരുത് എന്നുള്ളതാണ്. ഇതിനെല്ലാം ഉത്തരവാദിത്തമുള്ളവർ ഉത്തരം പറയാതിരിക്കുകയും അതൊന്നും ഞങ്ങൾ അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്തേ അറിയാത്തത് എന്ന് ചോദിക്കാൻ ബാധ്യസ്ഥരാണ് ഈ നാട്ടിൽ പ്രവർത്തിക്കുന്നവർ. അവർ ചോദിച്ചുകൊണ്ടേയിരിക്കും. ആ ചോദ്യത്തിന് ഉത്തരമില്ലാത്തത് കൊണ്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകാം എന്ന് നിശ്ചയിക്കുന്നത് ശരിയല്ല. അങ്ങ് പറഞ്ഞത് ഈ കേരളത്തിൽ UDF ഞങ്ങളെ UDFനെയും ഞങ്ങളെ LDFനെയും ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന അതിൻ്റെ ഒരു സൗന്ദര്യമാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ കക്കും അല്ലെങ്കിൽ കൊള്ള ചെയ്യും, ഈ കാര്യങ്ങളൊക്കെ ചെയ്യും. ഇതൊക്കെ ചോദിക്കാൻ നിങ്ങൾ ആരാണെന്നല്ല. UDFൻ്റെ LDFൻ്റെ പ്രതിനിധിയോട് സീറ്റുകളുടെ എണ്ണം വെച്ചിട്ടൊക്കെയാണ് സംസാരിക്കുന്നതെങ്കിൽ ലോകത്തുള്ള അഭിപ്രായങ്ങളൊക്കെ പറയുന്നതിനെക്കുറിച്ചൊക്കെ ഞാൻ കൂടുതൽ സമർത്ഥിക്കില്ല. ആമസോണിൽ കത്തുന്ന തീകളെക്കുറിച്ച് വരെ ഇവിടെ ഇരുന്ന് അഭിപ്രായം പറയുന്നവർ സീറ്റുകളെ എണ്ണം വെച്ച് ദയവ് ചെയ്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇടതുപക്ഷത്തിൻ്റെ ആൾക്കാർ പറയരുത്. ഞാൻ നിങ്ങളെ കളിയാക്കില്ല, അതൊന്നും ഞങ്ങളുടെ ജനാധിപത്യ മര്യാദയല്ല. നിങ്ങൾക്കതൊക്കെ ആവാം, ജനാധിപത്യത്തെയൊക്കെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നതെന്നനുസരിച്ച്. പക്ഷേ ഒരു കാര്യം പറയാം, ശബരിമലയിൽ നിങ്ങൾ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ കൊള്ള നടത്താനാണ് ജനങ്ങൾ ജയിപ്പിച്ചത് എന്ന മനോനിലയിൽ ദയവ് ചെയ്ത് അങ്ങ് പോകരുത്. ശബരിമലയിലെ സ്വർണം കക്കാനാണ് ജനങ്ങൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്തത്, അതുകൊണ്ട് ഞങ്ങളത് ചെയ്യുന്നു. ഞങ്ങൾ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും മാറി മാറി കേരളത്തിൽ ഭരിക്കുകയും അതൊക്കെ ചെയ്തുകൊണ്ടേയിരിക്കും. അതൊക്കെ നിങ്ങളെന്തിന് ചോദിക്കുന്നു എന്നുള്ളതാണ് മാനസികാവസ്ഥയിലാണ് അങ്ങ് ചോദിക്കുന്നതെങ്കിൽ അതിനുത്തരം ഒന്നേ ഉള്ളൂ. ഇവിടെ എത്ര സീറ്റുകളുണ്ട് എന്നുള്ളതല്ല, എത്ര വോട്ട് കിട്ടുന്നു എന്നുള്ളതല്ല. അങ്ങ് പറഞ്ഞല്ലോ ശബരിമലയിലേക്ക് പോകുന്നവരെ എൻ്റെ വീടിന് മുന്നിൽ നിന്ന് അങ്ങ് കണ്ടിട്ടുണ്ട് എന്നുള്ളത്. ഞങ്ങളൊക്കെ മല ചവിട്ടി എല്ലാ വർഷവും മണ്ഡലകാലത്ത് വ്രതം നോറ്റ് ശബരിമലയിലേക്ക് പോകുന്നവരാണ്. ഞങ്ങൾ നേരിട്ട് പോകുന്നവരെ കണ്ടവരല്ല, അവരോടൊപ്പം അനുഭവവേദ്യമായവരാണ്. ആ സമർപ്പണത്തോടു കൂടി അവിടെ നിന്ന് നടന്നുകൊടുക്കുമ്പോൾ ഹരിതവസനം കണ്ടവരാണ്. അങ്ങനെയുള്ളവരെ നിങ്ങൾ കണ്ടിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. ഞങ്ങൾ കൃത്യമായി പോകുന്നവരാണ്. അങ്ങ് പോയിട്ടുണ്ടെങ്കിൽ പോയിട്ടുണ്ടാകും, അതിനെക്കുറിച്ച് എനിക്ക് തർക്കമില്ല. പക്ഷേ ഒരൊറ്റ കാര്യം ഞാൻ പറയാം, 1000 തവണ മല ചവിട്ടിയാലും തീരാത്തത്ര പാപമാണ് ശബരിമലയിലെ ദേവസ്വത്തിൽ അവിടുത്തെ ജനങ്ങൾ അവിടെ സമർപ്പണമായി നൽകിയ സ്വർണം കട്ടുകൊണ്ടുപോകാൻ കൂട്ടുനിന്നവരും അതിൻ്റെ പങ്കു പറ്റിയവരും. അതിൽ ഗവൺമെൻറ്റിന് ഒരു ഉത്തരവാദിത്വവുമില്ല എന്ന് ലാഘവത്തോടു കൂടി അങ്ങ് പറയുന്നത് എത്ര വസ്തുതാവിരുദ്ധമാണ്. ഗവൺമെൻറ്റാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ തീരുമാനിക്കുന്നത്. ഗവൺമെൻറ്റിൻ്റെ സംവിധാനത്തിലാണ് ദേവസ്വം ബോർഡ് നിലനിൽക്കുന്നത്. ദേവസ്വം വകുപ്പ് മന്ത്രി പിന്നെ എന്തിനാണ്? രാഷ്ട്രീയ പാർട്ടികൾക്കും ഗവൺമെൻറ്റിനും സർക്കാരിനും ഏതൊരു വിധ ഉത്തരവാദിത്വവും ഇല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ് നിയമസഭയ്ക്കകത്ത് ഇവിടെ ഒരു ദേവസ്വം വകുപ്പ് മന്ത്രി നിലനിൽക്കുന്നത്? അങ്ങ് പറ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവല്ലേ ദേവസ്വം വകുപ്പ് മന്ത്രി? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ വേണ്ടി കോൺഗ്രസിൽ നിന്ന് മാറി വന്നയാളല്ലേ ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്? ഇതിനു മുമ്പ് നിങ്ങൾ തീരുമാനിച്ച ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏരിയ ചുമതല തൊട്ട് പ്രവർത്തിച്ചിരുന്ന ആളല്ലേ? അതിനു മുമ്പുള്ള പത്മകുമാറും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആളല്ലേ? കോൺഗ്രസിൻ്റെ കാലഘട്ടത്തിൽ നിയമിച്ചിരുന്ന എല്ലാ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരും കോൺഗ്രസിൻ്റെ ആളുകളല്ലേ? UDFനോട് ചേർന്ന് നിന്നവരല്ലേ? അപ്പോൾ ഇത് പൂർണ്ണമായും രാഷ്ട്രീയ നിയമനമാണ്. നിങ്ങൾ ഈ അരിയാകാരം കഴിക്കുന്ന കേരളത്തിലെ ജനങ്ങളെ മുഖത്ത് നോക്കി ഇങ്ങനെ കള്ളം പറയരുത്. കോടതി പറഞ്ഞില്ല ആർക്കും കൊടുക്കരുതെന്ന്. അപ്പം ഞാനും ഒന്ന് ഞെട്ടി, ഇനി എൻ്റെ അറിവുകളോ വായിച്ചതോ ഒക്കെ തെറ്റുപറ്റിപ്പോയോ എന്ന്. പക്ഷേ കോടതി പറഞ്ഞത് എന്താണ്? ഈ അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് പൂർണ്ണമായും കോടതിക്ക് മുന്നിൽ തരണം. അതിൻ്റെ അർത്ഥം എന്താ? ഈ അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് അവിടെ കൊടുക്കരുത് തന്നെയാണ്. ഇത് മലയാള ഭാഷയിൽ ആർക്കും മനസ്സിലാവുന്ന വ്യക്തമായ കാര്യമാണ്. അങ്ങ് പറഞ്ഞ് കോടതിയെ തെറ്റിദ്ധരിപ്പിക്കരുത് എന്നുള്ളതാണ്. ഞാൻ പെട്ടെന്നൊന്ന് ഞെട്ടി, ഞാൻ പറഞ്ഞ് എന്തെങ്കിലും തെറ്റുണ്ടോ എന്നുള്ളത്. പക്ഷേ അത് കൃത്യമായി പറഞ്ഞതാണ്. സാധാരണ കോടതിക്ക് പറയാമല്ലോ നിങ്ങൾ അന്വേഷണം നടത്തൂ എന്നുള്ളത്. അങ്ങനെയല്ല പറഞ്ഞത്. നിങ്ങൾ അന്വേഷണം നടത്തൂ എന്ന് പറഞ്ഞു വിടുകയല്ല, അന്വേഷണം നടത്താനുള്ള ടീമിനെ കോടതി ഉണ്ടാക്കി.
ടീമിന് നിർദ്ദേശം കൊടുത്തു, ഈ റിപ്പോർട്ട് ഇവിടെ തരണമെന്ന് ആവശ്യപ്പെട്ടു. പക്ഷേ അന്വേഷണം നടത്താൻ പോയ ഉദ്യോഗസ്ഥർ പല സ്ഥലത്തും വഴിമുട്ടി നിൽക്കുന്നു. മിനിറ്റ്സ് ഇല്ല, രേഖയില്ല, ഉത്തരവാദിത്തപ്പെട്ടവർക്ക് ഉത്തരവാദിത്തമില്ല. ഇവിടെ നേരത്തെ IPS ഉദ്യോഗസ്ഥർ അദ്ദേഹം സൂചിപ്പിച്ചു, വിജിലൻസിൻ്റെ ചാർജ് ഉണ്ടായിരുന്നത്. അദ്ദേഹം അവിടെ കണ്ടില്ല എന്ന് പറയുകയാണ്. അവിടുത്തെ കമ്മീഷണർമാരും ഒക്കെ ആയിട്ട് കണ്ടില്ല എന്നങ്ങ് ഒറ്റ വാചകത്തിൽ പറയുകയാണ്. അന്വേഷണം നടത്തുന്നവർ വഴിമുട്ടി നിൽക്കുന്നത് ഈ പറയുന്ന നേതാക്കളോടത്താണ്, നിങ്ങളുടെ അടുത്തെത്തുമ്പോഴാണ്. അതിൽ ഞങ്ങൾ ചോദിക്കും.